ഉപയോഗമെന്ന് ചോദിച്ചാൽ സൈബർ സെക്യൂരിറ്റി ഒരു ഇതാണ്, ഒരു മിത്താണ്. സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്ക് പഠിക്കാം. അതെന്ന് വെച്ചാൽ ഡിജിറ്റൽ ലോകത്ത് ഇപ്പം നമ്മൾ പല രീതിയിലുള്ള ഓരോ സൈബർ അറ്റാക്കുണ്ട്. അതിനെ തടയുവാനുള്ള സൈബർ സെക്യൂരിറ്റി മെയിൻ പോയിൻറ്റ് എന്ന് വെച്ചാൽ വൾനറബിലിറ്റി ആയിട്ടുള്ള എല്ലാ പോയിൻറ്റും കാണും. അതിനെ ഒന്ന് സെക്യൂരിറ്റി ചെയ്യുക എന്ന് വെച്ചാൽ അന്ന് കുറച്ചും കൂടെ ശക്തമാക്കുക. അതാണ് സൈബർ സെക്യൂരിറ്റി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഇപ്പം പല ഇടങ്ങളിൽ ഹാക്കിങ് നടക്കുന്നു. ആ ഹാക്കിങ് എങ്ങനെ നടന്നു, അതിനെ എങ്ങനെ തടയാം, അതാണ് സൈബർ സെക്യൂരിറ്റി. ഓക്കെ, എന്താണെന്ന് കോൺസെപ്റ്റ് എന്തായാലും മനസ്സിലാക്കി കഴിഞ്ഞു സൈബർ സെക്യൂരിറ്റി. അപ്പം സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്ക് പല രീതിയിലും പഠിക്കാം. അതുപോലെ ഇതാണ് സൈബർ സെക്യൂരിറ്റി. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഒന്ന് പ്രോഗ്രാമിംഗ് അറിയണം. 2 ബേസിക് നോളജ് ലിനക്സിൻ്റെ കുറച്ച് അറിയണം. പിന്നെ കുറച്ച് 2-3 പോയിൻറ്റും കാര്യമൊക്കെ അറിഞ്ഞാൽ മതി. പിന്നെ ഉള്ള പ്രോഗ്രാമിംഗ് കുറച്ച് പ്രോഗ്രാമും കുറച്ച് ലിനക്സിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളും കൂടെ അറിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റിയായി. ഇതാണ് സൈബർ സെക്യൂരിറ്റി കുറച്ചുള്ളത്. അപ്പം നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി കുറച്ച് അറിയണമെങ്കിൽ, കൂടുതൽ അറിയണമെങ്കിൽ ഇനിയും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് സൈബർ സെക്യൂരിറ്റി. നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയണമെങ്കിൽ കുറച്ച് ലിനക്സിനെ കുറിച്ചും കുറച്ച് പ്രോഗ്രാമിംഗ് നോളജും പിന്നെ കുറച്ച് വോയിസും കമ്പ്യൂട്ടറിനെ കുറച്ച് നോളജും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി പോകാം. എന്ന് വെച്ചാൽ ബേസിക് നോളജ് മതി. ബേസിക് നോളജ് എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ ഇത് അപ്ഡേറ്റ് ആകും തോറും പുതിയ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് പുതിയ സെക്യൂരിറ്റി വരും. അങ്ങനെയാണ് സെക്യൂരിറ്റി കൂടുതലും മെച്ചപ്പെടും. അപ്പം സെക്യൂരിറ്റിയെ കുറിച്ച് അറിയണമെങ്കിൽ സെക്യൂരിറ്റി കുറച്ചും കൂടെ കൂടുകയും ചെയ്യും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവുകയും ചെയ്യണം. അതാണ് സെക്യൂരിറ്റി. അപ്പം സെക്യൂരിറ്റി നിങ്ങൾക്ക് ഏതൊരു ഡിജിറ്റൽ ഡിവൈസിനാണെങ്കിലും, ഉദാഹരണം പറഞ്ഞാൽ ഒരു ലോക്കർ, അവിടെ താക്കോലില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കള്ളൻ സങ്കല്പിക്കുക, കള്ളൻ അടിച്ചുകൊണ്ട്. പക്ഷെ അത് ഒരു ഒരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ഹാക്ക് ചെയ്താൽ അതിരിക്കാനാണ് സൈബർ സെക്യൂരിറ്റി ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അവർ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പ്രവൃത്തി ചെയ്യും. ഓക്കെ, ഇതാണ് സാധാരണ ഒരു മൂവിയിലൊക്കെ സൈബർ സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് പോലെ നമുക്ക് തോന്നുന്നു. ശരിക്കും സൈബർ സെക്യൂരിറ്റി നമുക്ക് പല രീതിയിലുണ്ട്, പല മെത്തേഡുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പം കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്ക് എന്നാ പറയുക, സൈബർ സെക്യൂരിറ്റി ഇപ്പം ഡിജിറ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെക്യൂരിറ്റി ആവശ്യമാണ്. അപ്പം നമ്മൾ സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്ക് പഠിക്കാൻ റിസോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ പല പ്ലാറ്റ്ഫോമും ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണെങ്കിലും പിന്നെ കുറേ ബുക്സ് ഉണ്ട്. അതൊക്കെ സൈബർ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഒരു എത്തിക്കൽ ഹാക്കിംഗ് ആണ്. ഒരു ഹാക്കിംഗ് എങ്ങനെ തടയാമെന്നാണ് സൈബർ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ അതിനെ ഒന്ന് മെച്ചപ്പെടുത്തും. ഒരു വൈറസ് അറ്റാക്കുണ്ട്, ആൻറ്റിവൈറസിന് അവിടെ ആ ഒരു വൈറസ് അറ്റാക്ക് നടന്നൊരു കമ്പ്യൂട്ടറിന്, പക്ഷേ അവിടെ ആൻറ്റിവൈറസ് ഡിറ്റക്റ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ അപ്ഡേറ്റ് ആകും. ഉദാഹരണം പറഞ്ഞ് വിൻഡോസ് 7 കുറച്ച് നാൾ മുമ്പ് വിൻഡോസ് 7 നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ എന്തെങ്കിലും വൈറസ് അറ്റാക്ക് ചെയ്താൽ ആ വൈറസ് ആ വിൻഡോസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആ വിൻഡോസ് അതിനെക്കാട്ടും കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വൈറസാണ്. പക്ഷേ വിൻഡോസ് നമ്മൾ അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ, ആ വോയിസ് നമ്മൾ അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു വോയിസിന് മനസ്സിലാകുന്നെങ്കിൽ, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നെങ്കിൽ അതിൻ്റെ ഡേറ്റാസ് ഉണ്ടെല്ലാം മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ വോയിസൊന്നും അപ്ഡേറ്റ് ആക്കാതിരുന്ന കാര്യങ്ങൾ മനസ്സിലാകും. അതുപോലെയാണ് സൈബർ സെക്യൂരിറ്റി. നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ആകണം. വേറെ ഉദാഹരണം, നമ്മൾ മനുഷ്യന് പനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഇതാവും. അതുപോലെയാണ് കമ്പ്യൂട്ടറിനെ തകരാറാക്കുക എന്നുള്ളൊരു വൈറസ്, എന്തെങ്കിലും ഒരു മലേഷ്യയിലുള്ള കാര്യങ്ങൾ. അപ്പം ഇതാണ് സൈബർ സെക്യൂരിറ്റി മെയിനും ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജാണ്. കാര്യങ്ങൾ മനസ്സിലാവും. അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം എവിടെ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം. ബുക്സ് ഉണ്ട്, കുറേ സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ സൈബർ സെക്യൂരിറ്റി കുറിച്ച് അതിൻ്റെ ബേസിക് നോളജും അതിൻ്റെ കുറേ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്ക്
ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ലിനക്സിനെ കുറിച്ച് അറിയണം, പിന്നെ വോയിസ് എന്താണോ, പിന്നെ പ്രോഗ്രാമിംഗ് നോളജ്, അതൊക്കെ ഈ വീഡിയോനകത്ത് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. കുറച്ചും കൂടെ ഞാൻ ഒന്ന് മനസ്സിലാക്കി വെച്ച കാര്യങ്ങളൊന്നും ലിനക്സ് അറിയണം, പിന്നെ നിരന്തരം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. റിസോഴ്സ് കൊണ്ട് കുറേ ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ ഈ ഫീൽഡ് നല്ല രീതിയിൽ പോകുന്നുള്ളൂ. എന്നുവെച്ചാൽ അപ്ഡേറ്റ് ആവുന്ന ഒറ്റ കാര്യമുള്ളൂ. പ്രോഗ്രാമിംഗ് ഇപ്പം ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും പൈത്തണാണ്. പൈത്തൺ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് ഞാനും പറയുന്നില്ല. ഇപ്പോൾ എല്ലാ പ്രോഗ്രാംസും അറിയുവാണെങ്കിൽ തന്നെ നല്ല കാര്യമാണ്. ഓക്കെ, അതാണ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് മനസ്സിലാവുന്നത്. പിന്നെ ഈ പ്രോഗ്രാമിംഗ് അറിയുന്ന മാത്സിനെ കുറിച്ച് കുറച്ച് നോളജ് വേണം. മാത്സിനെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ പ്രോഗ്രാം നമുക്കൊന്നും വശമില്ല. സാധാരണ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഡീബഗ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ബേസിക്കായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, ഡീബഗ് ചെയ്യുക എന്നുവെച്ചാൽ ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ റിവൈസ് ശരിയാക്കുക എന്നുള്ളത്. പക്ഷേ പ്രോഗ്രാം പഠിക്കേണ്ട ഒരു രീതി കുറച്ചൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, ഇവിടെ പ്രോഗ്രാമിനെ കുറിച്ചും പറയുന്നതെന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ബേസിക്കാണ്. പ്രോഗ്രാമിംഗ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് ടൂൾസൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാനായിരിക്കും. ഓക്കെ, എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇതുപോലത്തെ കണ്ടൻറ്റ് ഇനിയും വരുന്നതായിരിക്കും.